നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഈക്വൽ ആയിട്ട് തന്നിരിക്കുന്ന ഒരു സാധനമാണ് ഈ സമയമല്ലേ. 24 മണിക്കൂർ. ഈ 24 മണിക്കൂർ തന്നെ ചില ആൾക്കാർ അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നു. ചില ആൾക്കാർ ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ 24 മണിക്കൂർ വേസ്റ്റ് ആയി പോകുന്നു. 24 മണിക്കൂർ വേസ്റ്റ് ആക്കിയ ആളോട് നോക്കിയാലും അവർ എന്തൊക്കെയോ ചെയ്തു വന്നു ഇല്ലേ. രാവിലെ മുതൽ രാത്രി വരെ കിടന്ന് ഉറങ്ങുകയും രാത്രി പിന്നെ ഉറങ്ങുകയല്ലോ ചെയ്തത്. അപ്പൊ എവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്? നമ്മുടെ ലൈഫിൽ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നതിനകത്താണ് പരാജയപ്പെടുന്നത്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്യബോധമില്ലാത്ത ഒരാൾക്ക് ഇതൊന്നും സാധിക്കില്ല. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നത്, എന്താണ് ഈ ഒരു മാസം എനിക്ക് ചെയ്യാനുള്ളത്, എന്താണ് ഇന്ന് ചെയ്യാനുള്ളത് എന്ന് വ്യക്തമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല. ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം വേർ യു ആർ ഗോയിങ്. കാരണം നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ ബ്രെയിൻ ഒരു പണിക്ക് ഇറങ്ങില്ല. അതങ്ങനെയാണ് സയൻസ് പറയുന്നത്. വൺസ് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ച് പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്, അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്, ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് ഗുരുക്കളിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ സ്റ്റീഫൻ കോവിയുടെ തന്നെ ഒരു ബുക്ക് ഉണ്ട്, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. അദ്ദേഹം തന്നെ ഈ എൻ്റയർ ടൈം മാനേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റിന് എഗൻസ്റ്റ് പറയുന്ന ആളാണ്. ആള് പറയുന്നത് ഹൗ ടു പ്രയോറിറ്റൈസ്, എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളെയും അർജന്റ് അല്ലാത്ത കാര്യങ്ങളെയും എങ്ങനെ തരംതിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കുറച്ചുകൂടെ പ്രയോറിറ്റൈസേഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ 24 മണിക്കൂറിനെ മോസ്റ്റ് എഫക്റ്റീവ് വേയിൽ യൂസ് ചെയ്യാൻ സാധിക്കും.